ഹായ് ഇസ് മീ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈഫ് ഫസ്റ്റ് കോപ്പൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് തിരുവമ്പാടി സ്പെഷ്യാലിറ്റീസ്, തിരുവമ്പാടിയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഒരു പട്ടണമാണ്, മലയോര പട്ടണമാണ് തിരുവമ്പാടി എന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഇരുവഞ്ഞിപ്പുഴയുടെ തീരത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ്. നിരവധി വെള്ളച്ചാട്ടങ്ങളൊക്കെ സമീപത്ത് നിരവധി വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ളൊരു പട്ടണമാണ് തിരുവമ്പാടി എന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. തിരുവമ്പാടിയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 30,280 തിരുവമ്പാടിയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ചരിത്രപ്രസിദ്ധമായ ഒരു പട്ടണം. ചരിത്രപ്രസിദ്ധമായതുകൊണ്ട് തന്നെ ഇതിന് ചരിത്രം നോക്കുമ്പോൾ പണ്ടുകാലത്ത് ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വനപ്രദേശമായിരുന്നു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വനപ്രദേശമായിരുന്നു. പിന്നീട് 1805 ബ്രിട്ടീഷുകാർ തിരുവമ്പാടി പട്ടണം സ്ഥാപിക്കുന്നത്. 1805 പിന്നീട് 1900 ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഇതിൻ്റെ പേര് നായരുകൊല്ലി എന്നായിരുന്നു. അതിന് കാരണം കൂടുതലും നായർ സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് 1900 ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിന് നായരുകൊല്ലി എന്നായിരുന്നു അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 1944 ക്രൈസ്തവർ ഇവിടേക്ക് കുടിയേറി. പാലായിൽ നിന്നും കോട്ടയത്ത് നിന്നും ഉള്ള ക്രൈസ്തവർ കുടിയേറുകയും അവരവിടെ പള്ളികളും ഹോസ്പിറ്റലുകളും സ്കൂളുകളും ഒക്കെ സ്ഥാപിക്കുകയും അങ്ങനെ പതിയെ പട്ടണം ഡെവലപ്പ് ആവാൻ തുടങ്ങുകയും ചെയ്തു. പിന്നീട് മലബാർ മേഖലയായതുകൊണ്ട് തന്നെ ധാരാളം മുസ്ലിംസും ഇവിടേക്ക് കുടിയേറുന്നു. അങ്ങനെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. 1957 ജനുവരി 1 കോഴിക്കോട് ജില്ല രൂപീകരിച്ചപ്പോൾ കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിട്ട് തിരുവമ്പാടി മാറുകയാണ്. മനോഹരമായ ഇരുവഞ്ഞിപ്പുഴയുടെ തീരത്താണ് തിരുവമ്പാടി സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് നിന്നും അതായത് കോഴിക്കോട് നഗരപ്രദേശത്തിൻ്റെ വിപുലീകരണവും കോഴിക്കോട് നഗരത്തിൻ്റെ ആ വളർച്ചയും കാരണം തിരുവമ്പാടി എന്നത് കോഴിക്കോട് ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട് നിന്നും ഏകദേശം 31 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. കോഴിക്കോട് നിന്നും 31 കിലോമീറ്ററും വടകരയിൽ നിന്നും 66 കിലോമീറ്ററും മലപ്പുറത്ത് നിന്നും 45 കിലോമീറ്ററും കൽപ്പറ്റയിൽ നിന്നും 45 കിലോമീറ്ററും നിലമ്പൂരിൽ നിന്നും 44 കിലോമീറ്ററുമാണ് തിരുവമ്പാടിയിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.